സ്ഥിരം തെറ്റ് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് മോശം മരണത്തിന് സാധ്യത കൂടുതലാണ്. എപ്പോഴും രാത്രി ഉറങ്ങാൻ നേരത്ത് ഹറാമായ വീഡിയോസ്, എപ്പോഴും അവളുമായി ചാറ്റിംഗ്, അവനുമായി സല്ലാപം, എപ്പോഴും ഹറാം. സ്ഥിരം ഹറാം ചെയ്യുന്ന മനുഷ്യന് മോശം മരണം സാധ്യത കൂടുതലാണ്. അവര് ഫാസിഖീങ്ങളാണ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗമാണ് ഫാസിഖ് എന്ന് പറഞ്ഞാൽ. സൂറത്തുൽ ബഖറന്റെ 26-ാം ആയത്തിന്റെ ബൈലാവിയിൽ കാണാം, റൂഹുൽ ബയാനും ഉണ്ട്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ ഒന്ന് തഗാബി, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് ഇടക്കിടക്ക് ചെയ്യും. ആ കാര്യം തെറ്റാന്ന് മൂപ്പർക്ക് തന്നെ അറിയാം, എന്നിട്ട് ഇടക്കിടക്ക് അത് ചെയ്യും. 2, തെറ്റാണെന്ന് പറഞ്ഞിട്ട് അയാൾ അത് സ്ഥിരം ചെയ്യും. 3, തെറ്റാണെന്നറിയുന്നു, അയാൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ തെറ്റ് ചെയ്തിട്ട് അയാൾ ന്യായീകരിക്കുകയും ചെയ്യുന്നു. അയാൾക്ക് കുറച്ചുകൂടി സ്ട്രോങ് ശിക്ഷയാണ്. അയാൾ മരിക്കുമ്പോൾ ഇവിടുന്ന് ഈമാനിൻ്റെ മലക്കൾ ഊരിയെടുത്തിട്ട് കുഫറിൻ്റെ മാല ധരിപ്പിച്ചിട്ടാണ് അയാൾ മരിക്കുക. അള്ളാഹു കാക്കട്ടെ. ന്യായീകരിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നം. തെറ്റ് ന്യായീകരിക്കലും തെറ്റ് പരസ്യാക്കലും തെറ്റ് നമ്മൾ മുഖേന വേറൊരാൾ പഠിക്കലും, ഇതാണ് തെറ്റിലെ ഏറ്റവും കടുപ്പപ്പെട്ട കാര്യം. കാരണം കിതാബുകളുടെ ഭാഷ നേരെ കടമെടുത്ത് പറയുകയാണെങ്കിൽ വൈലുൻ, സർവനാശവും ഒരാൾക്കാണ്. ആരാണ് അയാൾ? ലിമൻ, പറയാം മാത്ത, അയാൾ മരിച്ചിരിക്കും. പക്ഷേ വമാ മാത്തത്ത് മഅഹു ദുനൂബുഹു, അയാളുടെ തെറ്റുകുറ്റങ്ങൾ അയാളുടെ കൂടെ മരിച്ചിട്ടില്ല. അയാൾ പഠിപ്പിച്ചതനുസരിച്ച് അയാളുടെ ഭാര്യ ആ തെറ്റ് ഇപ്പോഴും തുടരുന്നുണ്ട്. അല്ലെങ്കിൽ അയാളുടെ ലവ് അഫെയറായ ആള് ഇപ്പോഴും തെറ്റ് തുടരുന്നുണ്ട്. ആ ലിങ്ക് ഇയാളാണ് പഠിപ്പിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ഇയാളാണ് ആ ലഹരിയുടെ ഷോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഏജന്റ്, ഇതാണ് പഠിപ്പിച്ചു കൊടുത്തത്. അയാൾ മരിച്ചിട്ടുണ്ട്, പക്ഷേ ഈ തെറ്റ് ഈ ദുനിയാവിൽ നിലനിൽക്കുന്ന കാലത്തോളം ഇപ്പോഴും അയാൾ ലൈവായി തെറ്റ് ചെയ്യുന്ന അതേ ശിക്ഷ അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് കിതാബ് പറയണത് വൈലുൻ ലിമൻ മാത്ത വമാ മാത്തത്ത് മഅഹു ദുനൂബുഹു. തെറ്റ് കൂടെ മരിക്കാത്ത മനുഷ്യനാണ് ഏറ്റവും നാശം കൂടുതൽ എന്ന്. തെറ്റ് നമ്മൾ മുഖേന ആരും പഠിക്കരുത്. മക്കൾ തെറ്റ് പഠിക്കാനുള്ള സാധ്യത ഉണ്ട്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് അപകടം പിടിച്ച ഒന്ന്, ഇൽഹാറുൽ മഅസിയത്തിൽ ഇന്നാസി വഹുവ അബ്അദു ലിൽ മഗ്ഫിറ. മുല്ലാലിൽ ഖാരി തങ്ങൾ പറയാ, ചെയ്ത തെറ്റ് സ്റ്റാറ്റസ് വെക്കുക, വീഡിയോ എടുക്കുക, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക, അത് കുറച്ച് ഓവറായിപ്പോയി. അത് ധിക്കാരാണ്. ഹറാം ഏതായാലും കല്യാണത്തിൻ്റെ പേരിലോ എൻഗേജ്മെൻറ്റിൻ്റെ പേരിലോ ചെയ്തു, എന്നിട്ടത് ഗ്രൂപ്പിലിടുക, അത് കുറച്ച് ഓവറായില്ലേ? അത് പറ്റൂല, അത് കുറച്ച് ഓവറാവും. അത് പുറത്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തേതാണ് സ്ഥിരം തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ. കന്നദരീല മഹാസിൻ ഇമ്രഅത്തിൻ, അന്യ പെണ്ണിനെ നോക്കണ പോലെ എന്നാണ് ഖൈറത്തുൽ ഖൈർ ഉദാഹരണം തന്നെ കൊണ്ടുവരുന്നത്. വശുർബിൽ ഖംരി, MDMൻ്റെ അടിമയാവുക, അതാണ് ഉദാഹരണം തന്നെ കിതാബിൽ കൊണ്ടുവരുന്നത്. അതൊക്കെ ഈമാനില്ലാതെ മരിക്കുന്നതിൻ്റെ ഒരു സബബാണ്, കാരണമാണ്. ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ഇയാൾ ഈമാനില്ലാതെയാണ് മരിച്ചത് എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ കൂടിയാണ്. അതെന്താ? മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ അയാളെ കുറിച്ച് ഒരു കമന്റ് അടിച്ചു. എന്ത്? ഔറത്തിന്റെ ഭാഗത്തുനിന്നും വായയുടെ ഭാഗത്തുനിന്നും ദുർഗന്ധം വരുന്നുണ്ട് മയ്യത്തിൻ്റെത്. യെസ്, അയാളുടെ മരണം മോശമായി എന്നുള്ളതിൻ്റെ അടയാളമാണ്. കിതാബിന്റെ ഭാഷ തന്നെ കേട്ടോ അതൊക്കെ. 4, ഖബർ കുഴിക്കുന്ന ആളാണ് അയാളെ കുറിച്ച് ഒരു കമന്റ് അടിച്ചത്. അതെന്താ? അയാൾക്ക് വേണ്ടി കുഴിക്കുന്ന ഖബറിലൊക്കെ എന്തൊക്കെയോ ജീവികളെ കാണുന്നുണ്ട്, പാമ്പ് പോലുള്ള അപകടകാരികൾ. പ്രത്യേകിച്ച് ഈ സക്കാത്ത് കൊടുക്കാത്ത മനുഷ്യന്മാരായിരിക്കും ആ ശിക്ഷ ഉണ്ടാവുക എന്ന് കിതാബ് നമുക്ക് വായിക്കാൻ പറ്റും. അത് 4-മത്തെ.